പ്രൈസ് ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു പകൽക്കാലം കൂടി കർത്താവ് ഒരുക്കിയതിനായ സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ജസ്റ്റ് വായിക്കാം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന അത്ര ദൈവം കേൾക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒട്ടനവധി വ്യക്തികളുണ്ട്. പക്ഷേ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ല. എന്തുകൊണ്ട്? വൈ നോട്ട് യു പ്രേ? എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? എന്തുകൊണ്ടെന്നാൽ ഈ പാപം സ്വഭാവം നമ്മൾ വിട്ടുകളയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംസാരിക്കുക എന്നാണ്. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയ പൈതലെ, ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനം സ്വീകരിച്ചെങ്കിൽ നമ്മൾ ഇനി ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, അതിന് പിടികൊടുക്കാതെ, യേശുവിൻ്റെ പൈതലായി, യേശുവിൻ്റെ മകനായി, മകളായി തന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എന്നതിന് ശേഷം പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുമ്പോൾ അധികാരം കൊടുത്തിരിക്കുന്ന യേശു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും മക്കളാകുവാനുള്ള അധികാരം കൊടുക്കും. അപ്പം നാം ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മൾ അധികാരമുള്ളവരാണ്, നമ്മൾ സ്വർഗീയ അതോറിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് സകല ദുർഭൂതങ്ങളും നമ്മൾക്ക് കീഴടങ്ങുക തന്നെ ചെയ്യും. പക്ഷേ പാപത്തിൽ അധിവസിച്ചുകൊണ്ട്, പാപത്തിൽ തുടർന്നുകൊണ്ട് നമ്മൾ ഒരു രോഗത്തിന്മേൽ കൈവച്ചാലും ഒരു ഭൂതത്തിന്മേൽ കൈവച്ചാലും അത് ചലിക്കയില്ല. അത് നമുക്ക് പിന്നത്തെ ബുദ്ധിമുട്ടുണ്ടാകും. സ്കേഫാവ് എന്ന് പറയുന്ന മക്കൾ ഭൂതങ്ങളെ പുറത്താക്കാൻ ചെന്നു. ഭൂതം തിരിച്ചു സംസാരിച്ചു. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, നീ ആരാണ് എന്ന് ചോദിച്ചു. അവനെ വസ്ത്രം കീറുവാനും ദേഹം മുറിവേൽപ്പിക്കാനും ഇടയായി. അപ്പം അതുകൊണ്ട് ദൈവമായിട്ട് അടുത്തിരിക്കുന്ന പാപിയായിരുന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം പാപത്തിൻ്റെ ഒരു കണിക പോലും യേശു കർത്താവിലില്ല. പാപം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, പാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. ഇവനായിട്ടല്ലോ നമ്മുടെ കൂട്ടായ്മ. അപ്പോൾ യേശു കർത്താവിനെ നമ്മൾ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശു കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു, നീതിക്കായി ഹൃദയത്തിൽ വിശ്വസിച്ചു, രക്ഷക്കായി വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു അതോറിറ്റി ഉള്ളവരായി. പക്ഷേ ഞാൻ പറയട്ടെ സഹോദര സഹോദരി, അപ്പനും അമ്മയും സ്നാനം സ്വീകരിച്ചു എന്ന് വിചാരിച്ച്, ഒരു മകൾ സ്നാനം സ്വീകരിച്ചു എന്ന് വിചാരിച്ച് മകൻ സ്നാനം വിചാരിച്ചു, അതല്ലെങ്കിൽ വൈഫ് സ്നാനം വിചാരിച്ചു. നോ, അപ്പ സ്നാനപ്പെട്ടാലും മകൾ സ്നാനപ്പെട്ടാലും മകൾ സ്നാനം സ്വീകരിച്ചാലും അമ്മ സ്നാനം സ്വീകരിച്ചാലും ആത്മീയം വ്യക്തിപരമായതുകൊണ്ട് പൂർണ്ണ ആത്മാവും പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയോടും കൂടി ആര് സ്വീകരിക്കുന്നുവോ അവനിലൂടെയാണ് ദൈവിക പ്രവൃത്തി ഉണ്ടാകുക. അപ്പൻ പാസ്റ്ററാണെങ്കിലും അമ്മ വലിയ സുവിശേഷ പ്രസംഗിയാണെങ്കിലും മക്കൾ അതേപോലെ സമർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ സ്വന്തമായി പ്രായപൂർത്തിയായതിനു ശേഷം യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷകനാഥനുമായി വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റു പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി കയറി കൃപയിൽ നടന്ന് ലോകത്തിൻ്റേതായിട്ടുള്ള കൂട്ടുകെട്ടുകളെ കളഞ്ഞുകൊണ്ട് കൂട്ടുകെട്ടിൽ പെടാതെ വണ്ണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം വായിച്ച് ആത്മാവെന്ന വാളെടുത്ത് നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് ജീവിക്കുമ്പോൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ സഹോദര, ഒരു വ്യക്തിയെ ഞാൻ പ്രാർത്ഥനയൊക്കെ കൂട്ടായ്മയിൽ കടത്തിക്കൊണ്ടുപോയി. അദ്ദേഹം ആ കൂട്ടായ്മയിൽ കൂടി നല്ല സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ ഞാൻ പിന്നീടത്തേതിനായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ നിങ്ങളുടെ പഴയ കൂട്ടുകെട്ടിലോട്ട് കടന്നു പോകരുത്, നിങ്ങൾ സൂക്ഷിക്കണം. പോയി അദ്ദേഹം എന്നെ ഉപദേശിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം മുമ്പോട്ട് വന്നു. ഞാൻ പറഞ്ഞു, സഹോദര,
നിങ്ങൾ നിങ്ങളുടെ പഴയ കൂട്ടുകെട്ടിൽ പോകരുത്. കാരണം അവർ 6, 7, 8, 9 പേരും വളഞ്ഞിരുന്ന് കഞ്ചാവ് വലിക്കുന്ന ഒരു ഗ്യാങ് ആണ്. അതിലൊരാളാണ് ഇദ്ദേഹം. അതിലൊരാളായിരുന്നു 25 വർഷം മുമ്പ് ഞാൻ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളതിൽ പോകരുത്, ഇരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസം പോയിരുന്നു. 3-ാമത്തെ ദിവസം ഒരു ബീഡി വലിച്ചു. 4-ാമത്തെ ദിവസം കഞ്ചാവ് വലിച്ചു. അദ്ദേഹം ഒരു പിന്നത്തേതിൽ വലിയൊരു ക്യാൻസർ രോഗം പിടിപെട്ടു ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. പ്രിയ സഹോദരൻ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ദൈവം നമുക്കൊരു അവസരം ഒരുക്കുമ്പോൾ ദൈവം നമുക്കൊരു വഴി തരും, ഒരു അവസരം ഒരുക്കി തരും കയറിപ്പോകുവാനായിട്ട്. 25 വർഷം മുമ്പ് ഒരു കഞ്ചാവിലും മദ്യത്തിലും മയക്കമരുന്നിലും അടിക്കപ്പെട്ട് രാത്രിയിലെ യാമങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഞ്ചാവ് ചിരിക്കുന്നൊരു കാലഘട്ടം നിങ്ങൾക്കറിയാമോ? ഞാൻ ഇന്ന് ബൈബിൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് രാത്രി യാമങ്ങളിലാണ്. പക്ഷേ അന്ന് ഞാൻ ലോകത്തിൻ്റെതായ കഞ്ചാവ് മയക്കമരുന്ന് ഉപയോഗിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുമ്പോൾ മാനസിക നില തകർന്ന് തലയിൽ എന്താ പറയുക, മാനസിക രോഗിയായി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക, ആളുകളെ ക്രൂരമായി മർദ്ദിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ രീതികൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ്. പാപത്തിൻ്റെ ഒരു കൂട്ടുകെട്ടിലും നിങ്ങൾ പോയി പെടരുത്, അതിൽ നിന്ന് പിന്തിരിയുക. നിങ്ങൾ അറിയുക, നിങ്ങൾ ഒരു കല്യാണ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരി കല്യാണത്തിന് ഉറപ്പിച്ചു വെച്ചാൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയം വരെ അവർ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങില്ല, മോശമായ കൂട്ടുകെട്ടില്ല, അവർ തെറ്റായ രീതിയിൽ സഞ്ചരിക്കത്തില്ല. കാരണം എന്താൽ, അവരെ മണവാളൻ അവരെതിരേൽക്കുവാൻ വരുമ്പോൾ, കല്യാണ സമയത്ത് മണവാളൻ വരുമ്പോൾ ഒരു ചീത്ത പേര് കേൾപ്പിച്ചാൽ ആ കല്യാണം നടക്കാതെ പോവും. 10 കന്യകമാരുടെ ഉപമ നമ്മൾ ബൈബിളിലൂടെ കേട്ടിട്ടുണ്ടല്ലോ. 10 പേര് കടന്നു വന്നതിൽ കുറച്ച് പേര് അവർ എണ്ണ കരുതി, കുറച്ച് പേര് കരുതിയില്ല. എന്നാൽ മണവാളൻ വന്ന് അവരെ ചേർപ്പാനിടയായപ്പോൾ ആ എണ്ണ കരുതിയിരുന്നവർ ആ മണവാളിനോടൊപ്പം അകത്ത് കയറുവാനിടയായി. ആ കരുതാതിരുന്നവർ പുറന്തള്ളപ്പെടുവാനിടയുന്ന. അതുപോലെ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ട്, രക്ഷകനാഥനമായ യേശുവിനെ സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ആ നേരായവണ്ണം ജീവിച്ചില്ലെങ്കിൽ, കർത്താവിൻ്റെ കാഹളം മധ്യാകാശത്ത് ധ്വനിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, യേശു കർത്താവ് 3 പ്രാവശ്യം വരും. ഒരു പ്രാവശ്യം വന്ന് അടുത്തൊരു വരവ് വരുന്നത് മധ്യാകാശത്തിൽ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പ്രിയ പൈതങ്ങളെ നമ്മളെ കൊണ്ടുപോകാൻ, നമ്മളെ ചേർപ്പാൻ യേശു കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറുമായ ദുർമോഹങ്ങളെ, കൺമോഹങ്ങളെ, ജഡത്തിൻ്റെ ആസക്തികളെ വിട്ടുകളഞ്ഞ് വചനത്തിൽ മുറുകെ പിടിച്ച് നിങ്ങൾ പാപത്തിന് പിടിക്കപ്പെടാതെ, ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനെതിരാണ്, ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനെതിരാണ്. ദുർമോഹം ഗർഭം ധരിച്ച് ആ പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അത് മരണത്തെ പ്രസവിക്കുന്നു. നിങ്ങൾക്കറിയാമോ പ്രിയ സഹോദര സഹോദരി, പ്രിയ പൈതങ്ങളെ, യേശു കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും, വളരെ വ്യത്യാസമുള്ളവനായിത്തീരും. ഞാൻ ഗ്ലാസ്പെട്രി കോളനിയുടെ പ്രദേശത്ത് അവിടെ ജനിച്ചു വളർന്ന ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിൽ വളർന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് സ്വർഗീയ പിതാവ് എത്രയോ വലിയ ഉന്നതന്മാരെയും സമ്പന്നന്മാർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് കരങ്ങളെ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മളെ രാജാക്കന്മാരുടെ ഇടയിൽ കൊണ്ട് ഇരുത്തി ദൈവം നമുക്ക് രാജഭോജനം തിന്നുവാൻ തരുന്ന, ആ രാജകീയ ഭക്ഷണം തരുവാൻ കർത്താവിന് സാധിക്കും. നമ്മളെ കൈ പോലും തൊടാതെ നമ്മുടെ മുറിക്കകത്തേക്ക് കർത്താവിന് ഇറങ്ങി വരുവാൻ സാധിക്കും. അത്ഭുതം ചെയ്യുവാൻ സാധിക്കുന്ന യേശു കർത്താവിനെ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, കേൾക്കുന്ന ആ സഹോദരി, യേശു അത്ഭുത മന്ത്രിയാണ്, യേശു വീരന ദൈവമാണ്, ആധിപത്യമുള്ളവന്, അധികാരമുള്ളവന്. യേശുവിനെ കൈവിട്ട് കളയരുത്, മുറുകെ പിടിക്കുക. സാത്താന് ഇടം കൊടുക്കരുത്. അവൻ നമ്മളെ സിനിമയും യൂട്യൂബും പല മ്ലേച്ഛമായ പല പിക്ചറുകളും പല പരിപാടികളും കാണിച്ച് നമ്മുടെ സമയങ്ങളെ അവൻ കാർന്ന് തിന്നും. കള്ളൻ വരുന്നത് അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ യേശു വരുന്നത് നിനക്ക് ജീവനുണ്ടാകാനും സമൃദ്ധി ഉണ്ടാകുവാനാണ്. അതുകൊണ്ട് പ്രിയ പൈതലെ, നിങ്ങൾ ആറ്റരുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ആയിത്തീരേണ്ടത് തന്നെ. നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചിരിക്കുക. ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനിട്ട ഭവനം പോലെ ഉറച്ചിരിക്കുക. എന്നേക്കും
കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിങ്ങളുടെ ജീവിതം ആയിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ വഴി നടത്തും. കർത്താവ് നിങ്ങളെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾ ഈ വേദപുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദര പറയട്ടെ, നിങ്ങളെ കർത്താവ് മാനിച്ചിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന്, നിങ്ങളുടെ തലമുറയെ തന്ന് അവരെയും കർത്താവ് മാനിക്കും. ദൈവത്തിൻ്റെ കൈകളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, അടിയറ വെക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ ദൂതൻ മറിയോട് എന്ന് പറഞ്ഞു, യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ ഒരു പരിശുദ്ധാത്മാവ് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ മറിയ ഇങ്ങനെ പറയാനിടയായി, ഞാൻ പുരുഷനെ തൊടുന്നില്ലല്ലോ. അപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ മറിയ ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ആകട്ടെ. ഇതേപോലെ പ്രിയ മക്കളെ, നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നിരാശ വേണ്ട, നിരാശപ്പെടരുത്. പിശാചിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് നിരാശ. അവൻ ദുഃഖം, നിരാശ, പ്രതികൂലം, പ്രയാസം, അവൻ കഷ്ടത ഇതെല്ലാം അവൻ കൊണ്ട് വിതയ്ക്കുമ്പോൾ അതിലൊന്നും അടിപതറിപ്പോകരുത്. നിങ്ങളെ വഴി നടത്തുവാൻ കഴിവുള്ള യേശു കർത്താവ് കണ്ണുപൊട്ടനല്ല. യേശു കർത്താവ് ചെവി കേൾക്കാത്തവനല്ല. യേശു കർത്താവിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കാനാകാത്ത വിധം അവൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എങ്കിൽ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളത്രേ. നിങ്ങളുടെ പാപ നിമിത്തം പാപത്തിൽ നമ്മൾ അടിമപ്പെട്ടാൽ നമ്മുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നറിയുന്നില്ലേ? അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അത്രേ ദൈവം കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ പൈതൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ പാപത്തെ വിട്ടകലുക, ഓടിയകലുക. ആദ്യം ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുക. എന്ന് അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. പാപത്തിൻ്റെ തലവനായ, പാപത്തിൻ്റെ ആ നെടുന്തൂണായ ദുഷ്ടപിശാചിനെ നിങ്ങൾ എതിർത്ത് നിൽക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശം ഇവർക്കായി സമർപ്പിക്കുന്നപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികളെ കർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഇൻ ജീസസ് നെയിം, ആമേൻ.